ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഒരു ഹാപ്പി വ്ലോഗാണ്. കാരണം എന്താണെന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. എങ്കിലും മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് 6 മാസത്തെ ഇടവേളകൾക്ക് ശേഷം അമ്മ ഇന്ന് ലാൻഡ് ചെയ്യും. ഞങ്ങളിതാ പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണിന് രാവിലെ കുറച്ച് ചായയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സാധാരണ എല്ലാ കാര്യത്തിലും ലേറ്റായിട്ട് ഇറങ്ങുന്ന ഞങ്ങൾ ഈ വട്ടം ഭയങ്കര പഞ്ചലായിരുന്നു. 8 മണിക്ക് ഇറങ്ങണമെന്ന് ചേട്ടൻ പറഞ്ഞു. 7:58 ആയപ്പോഴേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൃക്കുന്നപ്പുഴയിലും വരുന്ന വഴി പല്ലന അമ്പലത്തിലൊക്കെ കാണിക്കിട്ടിട്ടാണ് യാത്ര ആരംഭിച്ചത്. അമ്മയുടെ ഫ്ലൈറ്റ് ഒരു 1:45 ആകുമ്പോഴേ ലാൻഡ് ചെയ്യത്തുള്ളൂ. എങ്കിലും ട്രാഫിക് ആയിരിക്കും എന്ന് കരുതിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ കരുതി പറവൂരുള്ള ഏവീസ് റെസ്റ്റോറൻറ്റിൽ കയറാറുണ്ട്. ഞങ്ങൾ കുറേ നാളായി ഏവീസിൽ വന്നിട്ട്. ചേച്ചി മോളും ആണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ കരുതി എന്തായാലും ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാമെന്ന്. ഞങ്ങളിവിടെ വന്ന് സ്ഥിരം ഓർഡർ ചെയ്യാറ് ഇവിടെ പാലപ്പമാണ്. ഇവരുടെ തന്നെ മിക്സ് വെച്ചിട്ടാണ് പാലപ്പമൊക്കെ റെഡിയാക്കാറ്. പാലപ്പം ഇവിടുത്തെ അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും പാലപ്പൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾക്ക് പൊതുവേ രാവിലെ ഇങ്ങനെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതിനോട് താല്പര്യമില്ല. ഞങ്ങൾ പൊതുവേ പ്രിഫർ ചെയ്യുക വെജായിട്ട് ഉള്ള എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ ഒരുപാട് നോൺ വെജിൽ അത്യാവശ്യം ഒരുപാട് വെറൈറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പാലപ്പത്തിൻ്റെ കൂടെ നല്ല വറുത്തരച്ച കടലക്കറിയും അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയായിരുന്നു. ചേച്ചിക്കും മോൾക്കും ആണെങ്കിലും ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ എന്തായാലും അപ്പത്തിന് ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾ കറിക്കൊക്കെ ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചോദിക്കുന്നുണ്ട്, അമ്മുമ്മ വിളിക്കാറ് എത്താറായില്ലേ. അവൾക്ക് അറിയില്ലല്ലോ എയർപോർട്ട് ഇത്ര ദൂരമൊക്കെയാണ്. പുള്ളിക്കാരി വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മിനിറ്റ് ആയപ്പോഴും എന്താ അമ്മുമ്മയെ കാണാത്തേ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ നമ്മൾ അരൂരൊക്കെ എത്തിയപ്പം ബ്ലോക്കൊന്നും നമുക്ക് കിട്ടിയതേ ഇല്ലായിരുന്നു. കാരണം അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ബ്ലോക്കൊന്നും നമുക്ക് വലുതായിട്ട് കിട്ടിയതേ ഇല്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ എയർപോർട്ടിലെത്തി. പിന്നെ കുഞ്ഞിപ്പെണ്ണുള്ളതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. അവളുടെ കുറേ തമാശകളും കുസൃതികളൊക്കെ ആയിട്ട് ഞങ്ങൾ എന്തായാലും യാത്രയൊക്കെ നല്ലതായിട്ട് പോയി, നല്ല സ്മൂത്തായിട്ട് പോയി. കാരണം നമുക്ക് ബ്ലോക്കൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ആശ്വാസമായിരുന്നു. ഞങ്ങൾ ബ്ലോക്ക് പേടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് അത്രയും നേരത്തെ ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ നമുക്കൊരു 3 മണിക്കൂർ ആവശ്യമുള്ളൂ കൊച്ചി വരെ. പക്ഷേ ഞങ്ങൾ നേരത്തെയൊക്കെ ഇറങ്ങി, നമ്മളിങ്ങനെ താമസിക്കേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങി നേരത്തെ എയർപോർട്ടിലും എത്തി. അപ്പം ഞാൻ കരുതി കുറച്ച് റീലോ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാം, വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഞങ്ങൾ ഒരുപാട് പ്ലാനൊക്കെ ഇട്ടു. പക്ഷേ ഇൻ കേസ് നമ്മൾ വല്ലവരും പോയിട്ട് തിരിച്ചു വരാൻ ലേറ്റ് ആയാൽ അമ്മ നമ്മളെ കാണാതെ വിഷമിക്കില്ലേ. അതുകൊണ്ട് ഞങ്ങൾ പ്ലാനൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. ഞാൻ ഒരുപാട് റീലിൽ കണ്ട ഒരു അമ്പലം ഉണ്ടായിരുന്നു നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ, ആവണംകോട് സരസ്വതി ദേവി ടെമ്പിൾ. അതെന്താ ഇത്ര ഫേമസ് ആവാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റ് ഏറ്റവും താഴെ കൂടെ പോകുന്ന നല്ല വ്യൂ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ചെന്ന ടൈമിൽ അമ്പലമൊക്കെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ അമ്പലം വരെ പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഇട്ടതാണ്. പക്ഷെ വീണ്ടും നമ്മൾ പ്ലാനൊക്കെ മാറ്റി. നമുക്കൊന്ന് വാഷ്റൂമിൽ പോകണം, പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കണം എന്നൊക്കെ കരുതിയിട്ട് പിന്നെ നമ്മൾ പോയില്ല. ഏകദേശം ഒരു 12-12:30 ആയപ്പോൾ തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 12:30 ഒത്തിരി മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം 2 മണിക്കൂറോളം നമ്മളവിടെ പോസ്റ്റായിരുന്നു. പിന്നെ പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുസൃതികൾ അൺലിമിറ്റഡ് ആയതുകൊണ്ട് സമയം പോയത് അറിഞ്ഞതേയില്ല. പണ്ടൊക്കെ എല്ലാ വർഷവും ഞാൻ എയർപോർട്ടിൽ വരാറുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ദുബായിലായിരുന്നു. അപ്പം അച്ഛന് ഓരോ വർഷം കൂടുമ്പോൾ ലീവ് ഉണ്ടായിരിക്കും. അപ്പം ഞങ്ങൾ എല്ലാവട്ടും അച്ഛനെ വിളിക്കാൻ വരാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഈ എയർപോർട്ട് കാണുമ്പം എനിക്ക് എന്തെങ്കിലും എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിന് കയറണം എന്നായിരുന്നു അന്നൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്താണ് അങ്ങനെ ആഗ്രഹം വരാൻ കാരണം എന്ന് ചോദിച്ചാൽ അവരുടെ ഡ്രസ്സിങ്ങും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ അതൊരുപാട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആഗ്രഹം കൂടുന്നത് മിക്കവാറും എയർപോർട്ടിൽ പോകുന്ന ദിവസവും അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളായിരിക്കും. എനിക്ക് എയർപോർട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എയർലൈൻസിലൊക്കെ വർക്ക് ചെയ്യണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. പക്ഷേ ഞാൻ ആ ഒരു കരിയറേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് ഫ്ലൈ ചെയ്യണം എന്നായിരുന്നു. എനിക്കിതുപോലെ ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിയാവും. പിന്നെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം താമസിച്ചല്ലേ നടക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും നടക്കും, എവിടെയെങ്കിലുമൊക്കെ പോകണം.
അതൊക്കെ പോട്ടെ, നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് കൊണ്ടുവിടാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ്, പക്ഷെ എനിക്ക് വിളിക്കാൻ വരുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. പണ്ട് അച്ഛനെ ഞങ്ങൾ സ്ഥിരം വിളിക്കാൻ പോകാറുണ്ടെന്ന്, പക്ഷെ കൊണ്ടുവിടാൻ അങ്ങനെ സ്ഥിരം പോകാറില്ല, എങ്കിലും പോകാമായിരുന്നു. അച്ഛനിങ്ങനെ പോകുന്ന കാണുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അച്ഛനാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അച്ഛനും ഭയങ്കര വിഷമമുള്ള കാര്യമാണ് നാട്ടിൽ നിന്ന് ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുന്നത്. ഞങ്ങൾക്കും ഭയങ്കര വിഷമമാണ് അച്ഛൻ തിരിച്ചു പോകുന്നത്. അപ്പം ഞങ്ങൾ സ്ഥിരം വിഷമിച്ചാണ് കൊണ്ടുവിടാറുള്ളത്, പക്ഷെ വിളിക്കാൻ പോകുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. ലാസ്റ്റ് ടൈം അമ്മയെ കൊണ്ടുവിടാൻ വന്നപ്പോൾ നമ്മൾ ഇതൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മൾ നൈറ്റ് 1 മണിക്ക് എന്തോ ആയിരുന്നു തോന്നുന്നു അന്ന് അമ്മയ്ക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ഒരുപാട് സമയം ഉണ്ടായിരുന്നു. കാര്യമായിട്ട് പോയി വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു റീലും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഷോർട്സ് ആക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കാണണേ. അങ്ങനെ നമ്മൾ വാഷ്റൂം തപ്പി കണ്ടതേയില്ല. പിന്നെ നമ്മൾ അവിടെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു തന്നു വാഷ്റൂം എവിടെയാണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞിമോളുടെ ഭയങ്കര ഷോ ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് അമ്മയെ കാണാൻ. അതിനുള്ള റീസൺ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. എന്താണ് പുള്ളിക്കാരിക്ക് അമ്മൂമ്മയെ കാണാൻ ഇത്ര സന്തോഷം എന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ വാഷ്റൂമിലൊക്കെ കയറിയിട്ട് ഞാൻ ഇവരെ ഒന്ന് കൺഫ്യൂഷനാക്കി. ആദ്യം ഞാൻ പറഞ്ഞു ടെർമിനൽ 3ൽ ഡിപ്പാച്ചർ ചെയ്തത് നമ്മൾ മേളിലായിരുന്നു. അപ്പം ഞാൻ കരുതി ആ ഡിപ്പാച്ചറിൻ്റെ അവിടെ തന്നെ ആയിരിക്കും അറൈവൽ. അങ്ങനെ ഞാൻ ഇവരെല്ലാം പറഞ്ഞ് മേളിൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഒരു കഫേ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സും പപ്സും എന്താണ് ചിക്കൻ റോളോ അങ്ങനെ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വന്ന് വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. കാരണം അവിടുത്തെ സ്ക്രീനിൽ ലിസ്റ്റിലെല്ലാം ഡിപ്പാച്ചറിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം ഞാൻ കരുതി ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെ ഇവരെയൊക്കെ അവിടെ പറഞ്ഞിരുത്തിയിട്ട് ഞാൻ അന്വേഷിക്കാൻ പോവാണ്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്ന കണ്ടു. ഞാൻ അതിൻ്റെ വിഷ്വൽ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് തിരിച്ചു പോകുന്നതാണ്. പിന്നെ ഞാൻ നോക്കി നിന്നപ്പോഴാണ് ഫ്ലൈറ്റ് ഇങ്ങോട്ട് തന്നെ വരുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. അധികം ക്ലിയർ അല്ല എങ്കിൽ ഞാൻ എടുത്തു, ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ നമ്മളിരുന്ന സ്ഥലം ഡിപ്പാച്ചറിൻ്റെയാണ്, താഴെ വരണം അറൈവലിന്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനൊരാഗ്രഹം എസ്കലേറ്ററിൽ കയറാൻ. അവളെ എസ്കലേറ്ററിലും കയറ്റിയിട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അറൈവലിൻ്റെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ്. അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, നമ്മൾ കുറേ സമയം അങ്ങനെയൊക്കെ പോയല്ലോ. പിന്നെ നമ്മൾ അവിടുത്തെ സ്ക്രീനിൽ നോക്കിയപ്പം ചേച്ചി എന്തായാലും അമ്മയുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് നമ്പറൊക്കെ നമ്മൾ നോക്കിയപ്പം അറൈവ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അമ്മ കാണുന്നില്ല, അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മൾ. പിന്നെ നമ്മൾ ഗ്ലാസ്സിൽ കൂടെ കണ്ടു അമ്മ നമ്മളെ ഇറങ്ങുന്നതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് ഏതാണെന്ന് നമുക്കറിയാം. അങ്ങനെ അമ്മ വരുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. 6 മാസത്തിന് ശേഷമാണ് നമ്മൾ അമ്മയെ കാണാൻ പോകുന്നത്. ഇത്രയും കല്യാണം കഴിഞ്ഞിട്ട് പോലും ഓരോ ആഴ്ചയിലും ചേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ രീതിക്ക് മിസ്സിങ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഈ 6 മാസമാണ് അമ്മ ഇത്രയും നാൾ നമ്മൾ കാണാതിരുന്നത്, ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക്. ആദ്യമൊന്നും അമ്മ നമ്മളെ കണ്ടില്ല. പിന്നെ നമ്മളെല്ലാവരും കൂടി വിളിച്ചാണ് അമ്മ നമ്മളെ കണ്ടത്. അമ്മ ആകെപ്പാട് ഇത്രയും ലോങ് ട്രാവൽ അല്ലായിരുന്നു, അപ്പോൾ ക്ഷീണിച്ചാണ് വരുന്നത്. പിന്നെ അമ്മ ലഗേജൊക്കെ എടുക്കാൻ ഒരു ആൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയോടൊക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതാ ഇറങ്ങുകയാണ് എയർപോർട്ടിൽ നിന്ന്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റീലിൻ്റെ ബാക്കിയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, പിന്നെ ഞാൻ പിടിച്ചു നിർത്തി അതങ്ങ് ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് വിട്ടത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടും ഒരു ഹോട്ടലും കണ്ടില്ല, നല്ല ഡിലേ ആയി. ഈ ഹോട്ടൽ അതായത് എംപയർ പ്ലാസയിലാണ് ഞങ്ങൾ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സ്ഥിരം ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ കരുതി ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന്. ഇത് നമ്മുടെ ഫോറം മോളിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. അവിടെയും സീറ്റില്ലായിരുന്നു, പിന്നെ നമുക്ക് വെളിയിലാണ് സീറ്റ് കിട്ടിയത്. വെയിലൊക്കെ ആയിരുന്നു, പിന്നെ നമ്മൾ അവിടെ അങ്ങ് ഇരുന്നു. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 3:30-4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ ഇരുന്നത് തന്നെ. അതുകൊണ്ട് അവിടുത്തെ ഓൾമോസ്റ്റ് ഫുഡും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മീൽസും ബിരിയാണിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പിന്നെ പൊറോട്ടയും വെജ് കറി ഓർഡർ ചെയ്തു. ഞങ്ങളെല്ലാവരും ഫ്രൈഡ് റൈസും പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ആന്ധ്ര ചില്ലി ചിക്കനായിരുന്നു, അതും ഓർഡർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ UK വിശേഷങ്ങളും യാത്ര വന്ന വിശേഷങ്ങളും UK വിശേഷങ്ങളൊക്കെയാണ് അമ്മ ഈ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ഇപ്പം ഞങ്ങളെ ആരെയും വേണ്ട, അമ്മൂമ്മ മാത്രം മതി. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഉള്ള വിശേഷങ്ങൾ. അങ്ങനെ പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് വന്നു. ഞാനിപ്പോൾ എവിടെ പോയാലും ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്യുന്നത്. എനിക്ക് ബിരിയാണിയോട് വലിയ ഇഷ്ടമില്ല, ബിരിയാണിയോട് തീരെ താല്പര്യമില്ല. മീൽസിനോട് എനിക്ക് വെളിയിലത്തെ മീൽസിനോട് താല്പര്യമില്ല. ഇപ്പം ഫിഷൊന്നും അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പൊതുവെ ചിക്കൻ ഫ്രൈഡ് റൈസിലാണ് പിടിച്ചേക്കുന്നത്.
അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് വന്നു. പിന്നെ ചേട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷമുള്ള ശീലമാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞൊരു ലൈം ജ്യൂസ്, ഫ്രഷ് ലൈം. അതിപ്പം മസ്റ്റാണ്. പക്ഷെ ഞാൻ മുഴുവൻ കുടിക്കില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഫ്രഷ് ലൈം കുടിക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നമ്മുടെ അമ്പലപ്പുഴ വന്ന് ചായ കുടിച്ചു. ഏകദേശം 6:30-7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സുശീലാമ്മയെ കണ്ടപ്പോൾ സന്തോഷമാണ്. നമ്മുടെ ഫഹദിക്കയും റസ്നിയൻ്റെയൊക്കെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണ്? പെട്ടി പൊട്ടിക്കൽ. ഞാൻ ആക്ച്വലി പെട്ടി പൊട്ടിക്കലിൻ്റെ ഒരു വ്ളോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച, പക്ഷേ ഇവളുടെ ഇടയ്ക്ക് എങ്ങനെ വ്ളോഗ് ചെയ്യാനാണ്? ഇവൾക്ക് അമ്മ വന്നപ്പോൾ തൊട്ട് അവൾ ചോദിക്കുന്ന കാര്യമാണ് വാച്ച്. ചേച്ചി അവൾക്ക് വാച്ച് കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ അമ്മൂമ്മയുടെ പുറകെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആദ്യമേ വന്ന ആ വാച്ച് ഊരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, വാച്ച് ബാഗിലായിരുന്നു, അതെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ലൈറ്റൊക്കെ കത്തും, അതിൻ്റെ സന്തോഷമാണ് പുള്ളിക്കാരിക്ക്. അതിൻ്റെ ഷോ ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വാച്ച് കൊടുത്തുവിട്ട വിദ്യയ്ക്കും ഗുല്ലിച്ചേട്ടനുള്ള ഉമ്മയാണ് അത്. നമുക്ക് ആർക്കും ഉള്ളതല്ല കേട്ടോ, അത് വാച്ച് കൊടുത്തുവിട്ട വിദ്യയ്ക്കും ഗുല്ലിച്ചേട്ടനുള്ളതാണ്. അടുത്ത് നമുക്ക് പെട്ടി അൺബോക്സ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ എന്താണ്, ഈ പിള്ളേർ ഇതിൻ്റെ ഇടയ്ക്ക് സമ്മതിച്ചതേ ഇല്ല. രണ്ടാമത്തെ ചേച്ചിയാണിത്. പുള്ളിക്കാരി ഭയങ്കര വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ എന്നോട് ചോദിച്ചു. എനിക്ക് ആകെപ്പാട് ഇതങ്ങ് മെസ്സായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് അല്ലാണ്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് പുള്ളിക്കാരി കാണിക്കുന്നത് നമുക്ക് കാണും. അമ്മ കുറച്ച് ചോക്ലേറ്റ്സേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലിതാ ഒരു മിൽക്കി കാഡ്ബറീസിൻ്റെ എന്തോ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോന്നോരോന്ന് പുള്ളിക്കാരി ഇങ്ങനെ എടുക്കുകയാണ്. പിന്നെന്താണ്, പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ഉള്ളൊരു ഹോബിയാണ് ഇങ്ങനെ, പുള്ളിക്കാർക്ക് ഒത്തിരി ചെടി, ഇങ്ങനെ ഫ്ലവർ പോട്ട്, അതൊക്കെ ഭയങ്കര ഇഷ്ടം. ഫ്ലവർ വേസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അതിൻ്റെ ഒരു 2 എണ്ണം. പിന്നെ ഈ ബൂബുവിനെ ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ എനിക്ക് ബൂബുവിനെ തരില്ല എന്ന് പറഞ്ഞു, പക്ഷെ ബൂബുവിനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെന്താണ്, പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം നമ്മുടെ ഫഹദിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ എന്താ, വാട്ടർ ബോട്ടിലോ അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് കൊടുത്തു. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ആർക്കും ഒരു സാധനം തരുന്നതേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ റുബിക്സ് ക്യൂബ് ഉണ്ടായിരുന്നു, അതും നമ്മൾ ഫഹദിക്കയ്ക്ക് കൊടുത്തു. അങ്ങനെ ഓരോരോ ഐറ്റംസ്. ആകെപ്പാട് റൂമൊക്കെ നല്ല മെസ്സായിട്ട് എടുക്കാം കേട്ടോ, ഒന്നും തോന്നരുത്. പിന്നെ ഈ 2 ഫ്ലവർ ഉണ്ടായിരുന്നു. അമ്മയ്ക്കിപ്പം തുടങ്ങിയൊരു ക്രേസാണ് ഈ ഫ്ലവർ വേസ്, വീട്ടിലിങ്ങനെ ഒത്തിരി ചെടി, അതൊക്കെ ഇപ്പം റീസെൻ്റ്ലി തുടങ്ങിയൊരു ഹോബിയാണ്. അതൊക്കെ ഞാൻ പിന്നെ നമ്മുടെ ഹോം ടൂറൊക്കെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, എൻ്റെ വീടിൻ്റെ ഹോം ടൂർ. പിന്നെ ഇതെന്തായിരുന്നു, 2 ടീഷർട്ട് ഉണ്ടായിരുന്നു ബ്ലൂ കളറിലെ. ഇത് പിന്നെ നമ്മുടെ സോഫയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു സോഫ കവറായിരുന്നു. പിന്നെ എന്തായിരുന്നു, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു. പിന്നെ ചേച്ചി മാറി ചേട്ടനായി വ്ളോഗിങ്. ഇവരൊക്കെ ഇതൊരു ഹാൻഡ് വാഷ് ആയിരുന്നു. അതൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. പിന്നെ ആകെപ്പാട് മെസ്സായി പോയി കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഏതൊക്കെ പറയണം എന്നറിയില്ല. പിന്നെ ഇത് കുഞ്ഞിപ്പെണ്ണിനൊരു ബാഗായിരുന്നു. ഇവർക്ക് തന്നെ അറിയില്ല ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന്. അതിനകത്ത് കുറച്ച് കമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ അല്ലാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ. സോറി ഗൈസ്, കുറച്ച് മെസ്സായിട്ടുള്ള വീഡിയോ ആണ്. എന്ത് ചെയ്യാനാണ്, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ. ഇങ്ങനത്തെ കുറച്ച് റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിലൊരു റിങ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതൊരു ക്യൂട്ട് മാലയും മോതിരമായിരുന്നു. മോതിരത്തിന് വേണ്ടിയിട്ട് കുഞ്ഞിപ്പെണ്ണ് കരച്ചിലായിരുന്നു. പിന്നെ അത് അവൾക്ക് കൊടുത്തു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെയിനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്തോ ഒരു ഹോം ഡെക്കർ ഐറ്റം ആയിരുന്നു. അതും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വ്ളോഗിങ് ഞാനിങ്ങ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, ഞാൻ ബാഗിട്ട് പോവുകയാണേ. ഇത് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ബാഗ് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ബാഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മ പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഹാൻഡ് വാഷ് ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ഇത് നമ്മുടെ ബാത്റൂം കഴുകുന്ന ബ്രഷായിരുന്നു. പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. പക്ഷെ ബാത്റൂം കഴുകുന്ന ബ്രഷാണ്, പക്ഷെ ക്യൂട്ടായിട്ടുണ്ടല്ലേ. പിന്നെ ഞാൻ എന്നോട് എന്താ വേണമെന്ന് ചേച്ചി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു നൈറ്റ് ഡ്രസ്സായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഈ നൈറ്റ് ഡ്രസ്സ്. ഞാൻ പെട്ടെന്നിട്ടെല്ലാം കൊളാക്കും, അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഇനി വഴിയെ ഉദ്ഘാടിക്കാം കേട്ടോ. പിന്നെ ഇതൊരു ക്യാപ്പായിരുന്നു. ഇത് നമ്മുടെ മഹദിയുടെ അമ്മ കൊടുത്തതാന്ന് തോന്നുന്നു കുഞ്ഞിപ്പെണ്ണിന്. നല്ലൊരു ക്യാപ്പായിരുന്നു. ഈ ക്യാപ്പ് ഞാൻ വെച്ചപ്പോഴേ ഒരാളുടെ മുഖമൊക്കെ മാറി. പിന്നെ ഞാനങ്ങ് വെച്ച് കൊടുത്തു. പിന്നെ ബൂബുവിനെ ഞാൻ നേരത്തെ കാണിച്ചില്ല. ബൂബുവിന് വേണ്ടിയിട്ട് ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടി അടിയായിരുന്നു. അവസാനം ഞാൻ ജയിച്ചു. ബൂബു ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഈ വാട്ടർ ബോട്ടിൽ, പിന്നെ ഒരു മാറ്റ് ഉണ്ടായിരുന്നു. ആ മാറ്റ്, വേറെ എന്താ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് നേരത്തെ കണ്ട സംഭവങ്ങൾ തന്നെ ഞാൻ ക്ലിയറായിട്ട് എടുത്തതേ ഉള്ളായിരുന്നു. നല്ല 2 ഫ്ലവർ ഉണ്ടായിരുന്നു. നേരത്തെ ഒത്തിരി മെസ്സായിട്ടല്ല, എല്ലാം കൂടെ കാണുമ്പോൾ എന്ത് കാണണം എന്നറിയില്ല. ഇപ്പം കുറച്ചുകൂടെ ക്ലിയറായിട്ട് കാണാമെന്ന് കരുതിയിട്ട് ഞാൻ വീണ്ടും ചേട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്യൂട്ട് ചെയിനും മോതിരവും
മാല ഉണ്ടായിരുന്നു. പിന്നെ ഇതാ റിങ്സ് ഉണ്ടായിരുന്നു. ഇതിലേത് റിങ്സ് ആയിരിക്കും ഞാൻ എടുത്തത്? ഞാൻ ആ ലാസ്റ്റ് റിങ് ആട്ടോ എടുത്തത്. വേറെ എന്തായിരുന്നു? വേറെ അങ്ങനത്തെ കുറച്ച് ആക്സസറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് വലിയൊരു റിങ് ആയിരുന്നു. റിങ് അല്ലല്ലോ, വലിയൊരു റിങ് ആയിരുന്നു. കൊള്ളാമല്ലേ? ക്യൂട്ടായിട്ടുണ്ട്. ഇതൊരു കമ്മലായിരുന്നു. പിന്നെ ഇതേ നേരത്തെ നമ്മൾ കണ്ട ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു. വേറെ എന്താണ്? വേറെ നല്ലൊരു ക്ലച്ചസ് ഉണ്ടായിരുന്നു. അത് രണ്ടാമത്തെ ചേച്ചിക്കുള്ളതായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ? നല്ല കോമ്പിനേഷൻ റെഡ് ആൻഡ് വൈറ്റ്. വേറെ എന്താണ്? ഇത് അമ്മയ്ക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. ഒരു നല്ലൊരു സെറ്റും മുണ്ടും. നല്ല രസമുണ്ടല്ലേ? നല്ല സെറ്റും മുണ്ടും കിട്ടി. പിന്നെ ഇതാ നമ്മൾ നേരത്തെ കാണിച്ച ടീഷർട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ അമ്മ വന്ന ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.